ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഉള്ളത് ഛത്രാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അതിന് ഒറീസന്ന് കുറച്ചിങ്ങോട്ട് ദൂരം മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ കിട്ടി. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് എടുത്തു കൊടുത്തു. അപ്പോൾ അവർക്ക് അതിനകത്ത് ചെറിയ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട് ആ വീഡിയോ ഒന്നും കൂടി എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ അവർക്ക് കറക്ഷൻ കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് നമ്മളെ കുറച്ച് അധികം ടൈം പോയി കേട്ടോ ഇന്ന്. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ പ്രൊമോഷൻസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാനുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു എമൗണ്ട് വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അത് ഉപകരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഡ്രസ്സെല്ലാം മാറി നമ്മുടെ യാത്ര തുടങ്ങാം അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇവിടെ ഒരു ഫോർട്ട് ആണ് അല്ലേ. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്. നമുക്ക് ആ ഫോർട്ട് കാണാൻ വേണ്ടി പോവാമേ. സമയം ഉച്ചയായി കേട്ടോ. അതെ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കാരണം രാവിലെ തൊട്ട് തന്നെ ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടേയിരിക്കുന്നു. കാരണം നമ്മൾ അത്ര പ്രൊഫഷണൽ ആൾക്കാരൊന്നും അല്ല. ഞാനാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ചേട്ടി കട്ട് പറഞ്ഞു മടുത്തു. ഒരു 40 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ശരിയാക്കിയത്. അതിൽ ഞാൻ നമ്മൾ അത്ര വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ല. അപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും ശരിയായി വരില്ലല്ലോ. ചേട്ടി പറഞ്ഞു ഞാൻ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു മടുത്തു. അപ്പൊ നമുക്ക് പോവാവേ. ഇത് കണ്ടോ, നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നോടം വരെ ഞങ്ങളുടെ സൈഡിലുണ്ട് കേട്ടോ ഇയാള്. ഒരു ശല്യവും ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് കൊച്ചിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അതിലൊന്നും ഒരു വിഷയം ഇല്ലാണ്ട് അല്ലേ, ആ സൈഡിൽ തന്നെ ഇരുന്നു. സാധാരണ കുറെ ആൾക്കാർക്ക് പറയുന്നത് ഉപദ്രവകാരിയാണെന്നാണ്. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് പോവാം. നമ്മളിപ്പോ പോകുന്നത് ഋഷി കുലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൂടിയാണ് കേട്ടോ. അവിടെ തന്നെ ഒരു റിവറും വരുന്നുണ്ട്. അത്യാവശ്യം വെള്ളമുള്ള റിവറാണേ. അതെന്താ സംഭവം അറിയോ? ഇത് കടലിലേക്ക് ചേരുന്ന ഒരു റിവറും കൂടിയാണ്. നല്ല വെള്ളമുണ്ട് കേട്ടോ. കുറഞ്ഞ ഇതും കൂടി പോയാ കാണുന്നുണ്ടോ? ഋഷി കുലിയ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. ഇറങ്ങി കണ്ടാലോ? കാണുന്നൊക്കെ ഉണ്ടല്ലോ. ഇറങ്ങി കാണാൻ പറ്റുമോ? ഓ ഓഫ് കോഴ്സ്. അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. ഋഷി കുലിയ എന്നാണ് ഈ നദിയുടെ പേര്. സ്ഥലത്തിന്റെ പേരും അത് തന്നെയാണ്. അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഇവിടെ നിൽക്കുമ്പം പാലം വല്ലാതെ കിടന്ന് കുലുങ്ങുക കണ്ടോ. വണ്ടിക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ പാലം കുലുങ്ങുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫോർട്ട്, കോട്ട. അതായത് കൊട്ടഗാഡ ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഒഡീഷയിലെ ഗജപതി ജില്ലയിലെ കൊട്ടഗാഡ ഗ്രാമത്തിനടുത്താണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയാലോ ലാൻസി? അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. ഈ ഫോർട്ടിന് ചുറ്റും കാണാൻ പറ്റും കേട്ടോ ഈ വെള്ളം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഋഷികുള എന്ന് പറയുന്ന ആ റിവർ ലാൻസി, അതിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കുന്ന വെള്ളമാണ് ഇതൊക്കെ. ഫോർട്ടിന് ചുറ്റുമുണ്ട്. അവിടെ ഉണ്ടല്ലേ, ഈ സൈഡിലുണ്ട്. ഇത് പണ്ട് എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ നിർമ്മിക്കുന്നതിന്റെ മെയിൻ കാരണം എന്താ അറിയോ? ശത്രുക്കൾ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സംഭവമാണ്. അപ്പൊ നമ്മളങ്ങനെ കൊട്ടഗാഡ ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. മൊത്തം നശിപ്പിച്ചിട്ടതല്ലടി, നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന. നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആദ്യം കാണാം. വാ. അവിടെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. മനസ്സി, ഞാനിതിന്റെ ചെറിയൊരു ഹിസ്റ്ററി പറയാം. അതായത് ഈ കോട്ട സ്ഥാപിച്ചത് ഈസ്റ്റേൺ ഗംഗാരാജാവിന്റെ കാലത്താണ് ഈ കോട്ട സ്ഥാപിച്ചത്. അതായത് ഏകദേശം 15ാം നൂറ്റാണ്ടിലായിട്ട് സ്ഥാപിച്ച കോട്ടയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ. പക്ഷെ എന്നാലും ഏറെക്കുറെയൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ കൊട്ടാരങ്ങളെല്ലാം നശിച്ചു പോയത്. ആദ്യം ജസ്റ്റ് ഒരു പെയിന്റ് ഒക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാമായിരുന്നു. ഇതുണ്ടോ, ഇതൊക്കെ പോയി. ഇങ്ങനെയും കൂടി ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല സ്ഥലങ്ങളും കാണിക്കാൻ പോവാത്തത്. 1-2 സ്ഥലത്ത് ഞങ്ങൾ ഇതേപോലെ പോയിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം എന്താ പറയുക, ഒന്നെങ്കിൽ നാശമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരും ചെല്ലാണ്ട് അലമ്പായി കിടക്കുകയായിരിക്കും, നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ അങ്ങനത്തെ ഒരു ദിവസത്തെ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചെറിയൊരു രീതിക്കാണെങ്കിലും ഇത് ഉണ്ട് അല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പകുതി സമയത്തും
വഴി മാത്രം കാണിക്കുന്നത് കേട്ടോ. ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ടല്ലോ. താഴെ പോവും. ഇത് മറ്റേ സംഭവമാണ് ആൻസി. ഇത് എന്താ സംഭവം എന്ന് ഞാൻ പറയട്ടെ. ഈ ഫോർട്ട് ഇവർ നവീകരിച്ച്, അതായത് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പരിപാടിയാണ്. ടിക്കറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ. വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അത് കണ്ടോ, അത് രസമുണ്ട് അല്ലേ. നല്ല പച്ചപ്പുല്ലായിരുന്നെങ്കിൽ അതൊരു പഴയ കാലത്തെ വീടായിട്ട് നമുക്ക് സിനിമയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ കയറി വന്നത്. അതായത് ഈ കാണുന്ന ചെറിയൊരു ഏരിയ ഉള്ളൂ ഈ ഫോർട്ട്. അധികം ഏക്കർ കണക്കിനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചില കണ്ണൂരിലൊക്കെ ഉള്ള ഫോർട്ട് പോലെ ഇല്ല ആൻസി? കുറേ ഒന്നുമില്ല, കുറച്ച്. പിന്നെ ആൻസിക്ക് ചെറിയ പണി കിട്ടിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ചെറിയ വയറുവേനയായിട്ടിരിക്കുകയാണ്. അതാണ് ആൻസിക്കിന് സൈഡായിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അടിച്ചൊക്കെ മാറി നല്ല വൃത്തിയുണ്ടല്ലേ. അല്ല, സാധാരണ നമ്മൾ ചില ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കണ്ടില്ലേ, മണം കാരണം നമുക്ക് ഉള്ളിൽ പോലും കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നേ. വാവാലി അല്ല, വവ്വാല്. ഇത് ജസ്റ്റ് ഒന്ന് പെയിന്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതുമല്ല, ഇവിടെ കറണ്ട് വയറിങ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലേ, വയറിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. പഴയ വയറിങ് കുത്തിക്കളഞ്ഞ് പുതിയത് ചെയ്തോണ്ടിരിക്കുക. പഴയ വയറിങ് ഇല്ലല്ലോ അഞ്ചി. കാലത്ത് എവിടെയാണ് കറണ്ട്? ഇതിന് പുറത്തേക്ക് ഒരു ബേക്ക് വശമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അലമ്പായിട്ട് തന്നെ കിടക്കുന്നത്. പക്ഷേ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പാറ്റ എന്താ പറയണേ? കുഞ്ഞിക്കുട്ടി ഇതിന്റെ മേളിൽ എന്തോ ഒരു മേളിൽ കയറാൻ പറ്റും. കുറെ പേര് കയറി പോയത് കണ്ടേ. പക്ഷെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ നമ്മളെ പോലെ വന്നവരായിരിക്കാം. പക്ഷേ സംഭവം എന്തായാലും രസമുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഇത് ആൻസി ഈ വയറിങ്ങിനൊക്കെ ഇത് ചെയ്തിട്ട് ഇവരിത് ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ചിലപ്പോ എന്തെങ്കിലും വിഷയമായിരിക്കാം. ഇതൊക്കെ ഗവൺമെന്റ് വേണമല്ലോ ഇതൊക്കെ സെറ്റാക്കി ചെയ്യാനായിട്ട് അല്ലേ. സ്റ്റെപ്പ് എവിടെ? ഇല്ല. ഇവിടെ ഇങ്ങോട്ട് ഇരുട്ടാണ്. ഇവിടെയാണോ? ഇവിടെയല്ല. നമ്മളതിൻ്റെ പുറകിൽ വന്നില്ലേ. അപ്പോൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മുകളിലേക്ക് കയറാൻ പറ്റും. അല്ല, ഇവിടെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇതേ ഇതാണ്. ഇത് പണ്ടുണ്ടല്ലോ മറ്റേ രാജാക്കന്മാരൊക്കെ കയറിക്കൊണ്ടിരുന്ന വഴിയാ. ഇതാൻസി ബേറാപ്പിളിൻ്റെ ഒരു വലിയ മരം. ഒന്ന് രണ്ട് കായുണ്ട്, ചെറുതാ. അതിലുണ്ട് കുഞ്ഞാ. കാട്ടാപ്പിളൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കാൻ. ബേറാപ്പിൾ കയറിക്കോ കൊച്ചു, കയറ് കൊച്ചു. ബേക്കി വന്നാൽ മതി, കൊച്ചൊറ്റയ്ക്ക് നടക്കണ്ട. മുള്ളാട്ട വേണോ? യെസ്, ഇവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പാണോ? ഇവിടെയൊക്കെ ബേക്കിന്നൊക്കെ ഇഷ്ടംപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ അടുത്ത് വൃത്തിയാക്കിയേക്കുന്നതാണ് അല്ലേ? ഈ അടുത്ത് വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇതിന് മേളിൽ കയറി വലിയ കുഴപ്പമില്ലല്ലോ. പറയോ. എന്താ കൊടിക്കാക്കയോ? എന്തോന്ന്? അവിടെ എവിടെ? ആര്? അവിടെ എവിടെ? ഒരു ചേച്ചി മേളിൽ നിൽക്കുന്നുണ്ടപ്പോഴാണ് അവിടെ അല്ല അവരെവിടെ. ഇതാണ് മേളിൽ വ്യൂ കേട്ടോ. അതൊക്കെ നോക്കി, അതൊക്കെ ഫുള്ള് നശിച്ചു പോയില്ലേ. ആദ്യമായിട്ട് ആൻസി നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർട്ടിൽ കയറുന്നേ. ഇത്രയും നശിച്ച ഫോർട്ടിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇതിന് സെറ്റപ്പ് ആക്കൂടി. ചെറിയ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കും. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുഞ്ഞാറ്റയും ആൻസിയും വരുന്നില്ല. ആൻസിക്ക് വയ്യാത്തതുകൊണ്ടാണ്, ആരും ഒന്നും പറയരുത് അല്ലേ. അപ്പോൾ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമേ. അപ്പോൾ നമുക്ക് ഇടിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ ആദ്യം ഒന്ന് കാണാം കേട്ടോ. ഇതൊക്കെ പണ്ട് കാലത്തെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഊഹമാണ് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ഒന്നിനും ഇവിടെ ആരുമില്ല. നമ്മൾ തന്നെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ലേ എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാ കണ്ടുവരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് ജയിൽ റൂമുകളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്നെങ്കിൽ ജയിൽ റൂം,
അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോൾജേഴ്സിന് നിൽക്കാനുള്ള അങ്ങനത്തെ ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഇത് കണ്ടോ ഒരാൾ വരുന്നേ. പിന്നെ എന്തിനാ ടീം അവിടെ ഇരുന്നത്? അയ്യോ ആൻസിയമ്മ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേ. അതെന്താ? ആൻസിയമ്മേനെ ആരും പിടിച്ചോണ്ട് പോയില്ലേ? ആൻസിയമ്മേനെ ആരും പിടിച്ചോണ്ട് പോകില്ലേ? അപ്പോഴേ ഇല്ല. ഓക്കോ ഫോൺ എടുക്കാൻ വന്നതാന്നല്ലേ ഡി കള്ളിപ്പണ്ണ്. എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞില്ല. ആൻസിയമ്മേൻ്റെ കീശയിലുണ്ടത്. ഓടി ചെല്ല്. ആൻസിയമ്മേനെ ആരും പിടിച്ചോണ്ട് പോകാൻ നോക്കണേ. കൊച്ചു കുറച്ച് കിടന്ന് ഓടിക്കോട്ടെന്ന് ഞാനും വിചാരിച്ചു. ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഈ ജയിലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ബേക്ക് വശത്തേക്ക് നമ്മൾ എത്തി കേട്ടോ. ഇതുണ്ടോ ഇവിടെ എല്ലാ റൂമിലും ഓരോ എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ജയിലല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സാധാ എന്തെങ്കിലും ആട്ടെ അല്ലേ, അറിയാത്ത സംഭവങ്ങൾ നമ്മൾ അതാണെന്ന് സ്ഥിരീകരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതൊക്കെ നല്ല സ്ട്രെച്ച് അതല്ലേ, അടിപൊളി. ഇവിടെ അത്യാവശ്യം സംഭവം കൊള്ളാം. നമുക്ക് ഇതിലെ അങ്ങോട്ട് ഇറങ്ങാം. ഈ സെയിം സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ കയറിയ ഈ ഒരു ഏരിയയിലും കാണുന്നത്. ഇത് ജയിൽ റൂമും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇവിടെയൊക്കെ എഴുതി നല്ല അലമ്പാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഉള്ള കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അതിൽ നമ്മളങ്ങനെ പുതുമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പെണ്ണുങ്ങളുടെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോകാതെ, ഇങ്ങോട്ട് പോയാൽ ഇത് ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ സാധാ ഇഷ്ടിക അല്ല കേട്ടോ, കല്ലോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ളത് ഫുള്ള് ഇഷ്ടികയാണ് താനും. ഇവിടെയൊക്കെ ഫുള്ള് ഇടിഞ്ഞു പോയി. എന്താല്ലേ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്ന് അത്യാവശ്യം വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ടായേനെ. നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ, നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലത്തെ കുറേ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസുകളുള്ള, പ്രത്യേകിച്ച് ഈ ഒഡീഷയിലൊക്കെ അങ്ങനത്തെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നെങ്കിൽ വരും കാലത്തുള്ള പിള്ളേർക്ക് പഠിക്കാനെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴിതാ ഇടിഞ്ഞു പോയതിൻ്റെ ചെറിയ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതെന്താണെന്ന് നോക്കട്ടെ. പണ്ടത്തെ എന്തെങ്കിലും ഒരു സ്ക്വയറോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇങ്ങോട്ടൊക്കെ പോയാൽ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ തീയിട്ട് നശിപ്പിച്ചെല്ലാം വൃത്തിയാക്കി വരുന്നേ ഉള്ളൂ. അതാണ് സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് പോവാം കേട്ടോ. ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ആരും തെറി പറയരുത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അടച്ചേക്കും കേട്ടോ. ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെയുള്ള പണിക്കാരൊക്കെ ആയിരിക്കാം സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇപ്പുറത്തേക്ക്. ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല കാറ്റാട്ടോ, അടിപൊളി. അങ്ങോട്ടൊക്കെ ഏരിയ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് വീടില്ല. ഇവിടെ എവിടെ നോക്കിയാലും ഈ ഒരു സാധനം, ഈ കാട്ടീന്തപ്പഴം, ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കാ കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഹൻസിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഇങ്ങനെയൊരു ചെറിയൊരു ബിൽഡിങ്ങും കൂടി ഇങ്ങനെ നാശമായി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഇതൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗങ്ങളായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇഷ്ടികയൊക്കെ ഇവിടെ മറച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നന്നായിട്ടിരുന്ന സംഭവങ്ങൾ ഇടിച്ച് നല്ല വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്കുള്ളിൽ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പൊന്താൻ സാധ്യത കാണുന്നു അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറുമ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അത്ര സേഫ് അല്ല കേട്ടോ. ഇത് ഫുള്ള് ഇരുട്ടാണ്, അങ്ങോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തെങ്കിലും ഇഴജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെടും. ഇവിടെയും അത് തന്നെ സ്ഥിതി. കാണുന്നില്ല. ശേ, അതും കൂടി ഒന്ന് കാണാൻ. ഉള്ളിലൊക്കെ ഫുള്ള് തേച്ച് മിനുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്ന് പോയി നോക്കാം എൻ്റെ ബേക്കിൽ എന്താ സ്ഥിതി എന്നറിയാം. ഇത് ഇങ്ങനത്തെ സംഭവമാണല്ലോ. എന്തായിരിക്കും
ഒന്നും അങ്ങോട്ട് നമുക്കൊന്നും കത്തുന്നില്ല കേട്ടോ. ആരെങ്കിലും ഒന്ന് വന്ന്, നമ്മളിപ്പോൾ നേരത്തെ നിന്ന് ഇവിടെയാണ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടാണെങ്കിലും നമ്മൾ പറഞ്ഞ ഹിസ്റ്ററിയിലല്ലാതെ കൂടുതലൊന്നും കിട്ടുന്നില്ല. ഇതുകൊണ്ട് ഇതൊക്കെ ഇടിഞ്ഞു പോകാനായിട്ട് നിൽക്കുക, കൂടുതലൊന്നും കിട്ടുന്നില്ല. ഇതിലിങ്ങനെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഇത് കാണാം കേട്ടോ. ഇതെന്തായിരിക്കും സംഭവം? കൊച്ചവിടെ ഒന്ന് അപ്പായി നോക്കട്ടെ. ചെറിയ ഗുഹ. കുഞ്ഞാറ്റ വരണ്ട, കുഞ്ഞാറ്റ വരണ്ട. കുഞ്ഞാറ്റ അവിടെ നിന്നോ. ഞാൻ കുഞ്ഞാറ്റേനെ ഒന്ന് മാറ്റി ഞാനൊന്ന് കയറി നോക്കുവാണ്. ഇവിടെ പറയുന്ന പോലെ ഇത് ചെറിയൊരു റൂം പോലെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഉള്ളിലേക്ക് കള്ളും കുപ്പിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് വല്ല പുറത്തിറങ്ങാം. ഇത് കൊള്ളാമല്ലോ സംഭവം. ഉള്ളിലേക്ക് ഒരു റൂം പോലത്തെ സെറ്റപ്പാ. നമുക്ക് വെള്ളം കാണാം. മെല്ലെ മെല്ലെ പോ, മെല്ലെ. അപ്പോൾ നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഇതേക്ക് ഇതാണ് ഈ ഫോർട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. അതായത് ഋഷിഗുളിയ അല്ലേ? എന്താ ഋഷിഗുളിയ എന്നല്ലേ? ഋഷിഗുളിയ റിവറാണ് കേട്ടോ ഒഴുകുന്നത്. ഞാൻ ആൻസി ഈ സൈഡൊന്ന് നോക്കിയിട്ട് വരെ. നമുക്ക് ഈ സൈഡിൽ എന്താന്ന് നോക്കാവേ. കുഞ്ഞാറ്റ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൻസിനോട്. ഈ സൈഡിൽ നമുക്ക് ആ വെള്ളം ഒഴുകുന്ന ആ ഒരു സംഭവമാണ് കാണാൻ സാധിക്കുക. അത് തന്നെ കണ്ടാ, ഇത് ഈ ഫോർട്ടിന് ചുറ്റും ഒഴുകുന്നുണ്ടെന്നുള്ളതാണ്. ഋഷിഗുളിയ അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആയിരിക്കില്ല, അപ്പോൾ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതായിരിക്കും. കമൻറ്റിൽ നോക്കി നടക്കും കേട്ടോ. ആൻസി, ഈ ഋഷിഗുളിയ റിവറില്ലേ, നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അടുത്തുനിന്ന് കുറഞ്ഞ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഇത് നേരെ കടലിലേക്ക് ചേരുന്ന ഒരു സംഭവമാണ്. ഈ റിവർ നേരെ കടലിലേക്ക് ഇറങ്ങുന്നത്. കല്ലുകളൊക്കെ ഇളകുന്നുണ്ട്. കല്ലൊക്കെ ഇളകുന്നു. അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ടോ? ചേട്ടന്മാരവിടെ മീൻ പിടിക്കുന്നു. ഓ, ഞാൻ പേടിച്ചു. ഇങ്ങനെയൊക്കെ കാറിയിട്ട് പോകണ്ടെന്ന് പറയരുത് കേട്ടോ. അവര് ഈ വെള്ളത്തിൽ കൂടി ഇറങ്ങിയേ മീനെ പിടിക്കും അല്ലേ? അല്ല, ആ ചേച്ചിമാരാ ചേട്ടന്മാരൊക്കെ ഇല്ലേ, അവര് ഈ വെള്ളത്തിൽ കൂടി ഇറങ്ങി അപ്പുറത്തെ നമ്മുടെ ഭാരതപ്പുഴേന്റെ ആ ഒരു ഏരിയ പോലെ ഉണ്ട്. അവരപ്പുറത്ത് എവിടെയോ പോയിട്ട് വന്നതാ. അവിടെ ചെറിയ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊള്ളാല്ലേ ആൻസി? നല്ല കാറ്റും തണുത്ത കാറ്റ്. മിക്കവാറും അതിന്റെ അപ്പുറത്തേക്കാണ് കടൽ വരുന്നത്. തണുത്ത കാറ്റ്. അടിപൊളി. ഇതുണ്ടോ ഈ വെള്ളം ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതിപ്പോ സംഭവം ചുറ്റും വെള്ളം കിടന്നിങ്ങനെ സർക്കിൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വേറെ കാര്യം. വെള്ളത്തിൽ കളിക്കാൻ തോന്നും, അങ്ങനെ പലതും തോന്നും. അതെ. അപ്പൊ നമുക്കിനി ഇവിടുന്ന് മെല്ലെ പോവാട്ടോ. ഇതുണ്ടോ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലേ, എനിക്ക് തോന്നുന്നതേ നമ്മൾ വന്ന് കയറുന്നതിന് മുമ്പിൽ കയറിയ 4 ചേട്ടന്മാര്, അവര് UP-ക്കാരാ. എനിക്ക് തോന്നുന്നത് അറിയട്ടെ, ഇത് ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ട് വരുന്നവരായിരിക്കില്ല ഇവരല്ല. അതാണ് ഗൂഗിൾ മാപ്പിൽ കാണുന്നത് ഇങ്ങനെയാണല്ലോ, അങ്ങനെ പ്രതീക്ഷിച്ച് വരും. ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയുന്നത്. എന്തായാലും സംഭവം ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പം നമ്മളങ്ങനെ വണ്ടിയിലേക്ക് വന്നു കേട്ടോ. വണ്ടിയിൽ വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല കേട്ടോ. നമ്മളിവിടെ തന്നെ ഒരു റൂം എടുത്ത് കൂടുകയാണ്. കാരണം ആൻസിക്ക് ചെറിയ സീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂം എടുക്കാതെ രക്ഷയില്ല അല്ലേ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. ആൻസി, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ യാത്രയിലെ ആദ്യത്തെ റൂം കേട്ടോ. AC ഇവിടെ ഉണ്ട്, അത് കാര്യമാക്കണ്ട. പിന്നെ AC ഇല്ലാത്ത റൂമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. നമ്മൾ തുണികളെല്ലാം കഴുകിയിട്ടു. കുഞ്ഞാറ്റ എന്തിയേ? കുഞ്ഞാറ്റനെ കാണാനില്ല. ഇവിടെ ഒളിച്ചിരിക്കുവോ? അങ്ങനെ ഒന്നും ഇരിക്കല്ലേ കുഞ്ഞാ. അപ്പോൾ നമുക്ക് ഒരുപാട് തുണികളും കാര്യങ്ങളും കഴുകാനുണ്ടായിരുന്നു. ചോദിക്കാം തുണികളും കഴുകാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകി. ഇന്നലെ നമുക്ക് കിട്ടിയ പമ്പിൽ തുണിയൊന്നും കഴുകാൻ പറ്റിയില്ല. അതായത് ലേഡീസിനും ജെൻസിനും ഒറ്റ ബാത്റൂം ഉണ്ടായിരുന്നു. ക്ലോസറ്റ് ആകെ
ആകെ വിഷയമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ റൂമിൽ നിന്നെല്ലാം പോന്നു. നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് റൂം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഒരു ചെറിയ പാർക്കാണ്. പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ 7 വണ്ടേഴ്സ് ഉണ്ടല്ലോ, 7 അത്ഭുതം, ലോകാത്ഭുതം. ആ അത്ഭുതങ്ങൾ ഇവിടെ ചെറിയൊരു മിനിയേച്ചർ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് ചോദിച്ചു. നമുക്ക് നേരിട്ട് പോയി കാണാനുള്ളൊരു ഇത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് കിട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷൻ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാ കുഞ്ഞാ, എന്തേ നിലാവത്ത് അഴിച്ചു വിട്ട കോഴീനെ പോലെ നടക്കണേ? ആ രണ്ടെണ്ണോ? എന്തോ ഉദ്ദേശിച്ചു, എന്താണെന്ന് നമുക്ക്. കള്ളന്മാരോ? ഫിംഗർ പ്രിന്റ് തെളിയുന്നായിരിക്കും. ആ വാ വാ കൊച്ചു വാ, അത് ഇപ്പൊ ഇട്ട് നോക്കാം. ഡോർ ലോക്കാണോ ആൻസി? ആണോ? അപ്പോൾ ഇതാണ് ഈ സൈഡിൽ ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണും. അത് കാര്യമാക്കണ്ട, കാരണം നമ്മൾ ലോകാത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ഈ അത്ഭുതം കാണണ്ട. താജ്മഹലൊക്കെ ഉള്ള ലൈറ്റ്. താജ്മഹൽ കണ്ടിട്ടില്ല. നീ താജ്മഹൽ കണ്ടിട്ടുണ്ടോ? പിന്നെ നീ ലൈറ്റ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വീഡിയോസിൽ ഹിന്ദി തോടാ തോടാ പോലെ. अभी आपका ब्लॉग देख रहे थे हम वीडियो में, यूट्यूब में वो देख रहे हैं वो. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു അവിടെ. എന്താറിയോ, നമ്മൾ വണ്ടി ആദ്യം ഇവിടെയാണല്ലോ കൊണ്ടുപോയിട്ടെ. ആദ്യം ഞങ്ങൾ ഇവിടെ വണ്ടി കൊണ്ടിട്ടു, പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഇവിടെ നല്ല പാർക്കിങ്. ഞങ്ങൾ തള്ളിക്കേറി പോകുന്നത്. അല്ല, കുറെ ആൾക്കാരുണ്ടായിരുന്നു ആദ്യമേ ഇവിടെ വന്ന് നിന്നവരൊക്കെ ഉണ്ട്. ഇവിടെ 4:30-ക്കാണ് കേട്ടോ ഓപ്പണിങ്. പക്ഷെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന 3:30 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയപ്പോഴേക്ക് ഓപ്പൺ ആയി. ഞങ്ങളിവിടെ 3:30 ആയപ്പോഴത്തേക്ക് എത്തിയതാട്ടോ. ഞങ്ങൾ ഈ പാർക്ക് കാണാൻ വേണ്ടി മാത്രം ഇന്ന് ഉച്ച വരെ യാത്ര ചെയ്യാതിരുന്നു എന്നുള്ളതാണ് സത്യം. വേറെ ട്വിസ്റ്റ്. കാരണം നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ 7 വണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഒറ്റ കുടക്കീഴ്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് സുന്ദരനായി. ഇന്നലെ ആരോ കമന്റ് ഇട്ട് താടിയൊക്കെ നരച്ചു വന്നു. അപ്പൊ ഞാൻ അതിനൊരു പ്രത്യേക തരം ഒരു മരുന്നുണ്ട്, ആ മരുന്നിട്ട് ഉണ്ടല്ലേ. ഇത് ഈട്ടല്ലേ വലിയ കളാതിരിക്കും. അപ്പൊ ഇതാണ് ആൻസി നമ്മുടെ 7 വണ്ടേഴ്സ് സ്മാർട്ട് പാർക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ ഓപ്പൺ ആയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറാം. ഇവിടെ ഓൺലൈൻ ആയിട്ടോ കേട്ടോ ടിക്കറ്റ് എടുക്കണ്ടേ. ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, നടക്കുന്നില്ലേ? കിട്ടുന്നില്ല. നെറ്റ് ഭയങ്കര സ്ലോയാ. ഫോൺ പേ ഗൂഗിൾ പേ. അങ്ങനെ ഒടുവിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടോ. കുറെ നേരം ഇവിടെ കിടന്ന് പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് നടക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ടിക്കറ്റ് കിട്ടി. ഇനി കാണിച്ചിട്ട് ബാ കേറാം ഉള്ളിലേക്ക്. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിട്ടോ. ആഹാ, ഇത് കൊള്ളാലോ. ഇത് നോക്കി കുഞ്ഞാറ്റെ, നല്ല കളറുള്ള കൊക്ക്. എന്തോ പറഞ്ഞോ മനസ്സിലായില്ല. അതല്ല, അത് ഇന്ന് സാധാരണ ഇങ്ങനെയല്ല, ഗൂഗിൾ പേ വഴി ചെയ്യിപ്പിക്കും. ഇന്നിപ്പോ അതിന്റെ ആളില്ലാത്തോണ്ടാണ് ഓൺലൈനിൽ എടുപ്പിക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ? കൊള്ളാം കുഞ്ഞാറ്റാ, നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ? ഈ ടൈമും കൂടി ആയതുകൊണ്ട്, ടൈം ഇതും കൂടി ആയതുകൊണ്ടേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള, അതെ, ഇന്ത്യയിലെ നമ്മുടെ അത്ഭുതം, അതെ, നമ്മുടെ താജ്മഹൽ. അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് താനും, അല്ലേ? നമുക്ക് ഈ അത്ഭുതം കഴിഞ്ഞിട്ടാണ് വേറെ എന്താ അത്ഭുതം ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതെന്താന്ന് മുന്നേക്ക് അറിയോ? താജ്മഹൽ. താക്കുമുക്കലല്ല, താജ്മഹൽ. താക്കുമുക്ക് മതി, അത്ര തന്നെ മതി, ധാരാളം. ഇതേത് അത്ഭുതമായിട്ടേ? ഇതോ? ഇത് അത്ഭുതമല്ല, ഇത് കുതിരയാണ്. കുതിര 6 ഉണ്ട്. എനിക്ക് ബാഹുബലിയിലെ കുതിരയാണെന്നൊരു ഡൗട്ട് ഉണ്ട്. നല്ല പ്രശ്നം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ശരിക്കും
അത് ശരി, ഇത് ഞങ്ങളുടെ കുതിരയല്ലേ? ഇത് ഞങ്ങളുടെ കുതിര. ആൻസി, അതായത് എന്താ ഇത് സംഭവം ഓൺ അറിയോ? പ്രൊഡക്റ്റ് ഞങ്ങളുടെ. ഞാൻ പറയട്ടെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പാർക്കും കൂടിയാണ്. അപ്പൊ വരുന്നവർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? അതെ, ഈ സാധനങ്ങളെല്ലാം മാത്രം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അതെ. പക്ഷെ ഞാൻ വേറെ കാര്യം പറട്ടെ, ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇതല്ലേ. ഒറ്റ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ. അതെ, ക്യാഷ് ഉണ്ടാക്കാം. ഇങ്ങോട്ട് പോകാൻ ഇത് കണ്ട് ഇതിലൊക്കെ നമുക്ക് കയറി ഇരിക്കാനൊക്കെ ഉള്ള സംഭവം സെറ്റപ്പ് ഒക്കെയാണ്. കൊള്ളാം. പക്ഷെ ചെടികളും ഇതൊക്കെ ചെയ്ത് അതിൽ പാത്രങ്ങൾ. കിളികളുണ്ടായിരുന്നാന്ന് തോന്നുന്നടി, കിളികളുണ്ടായിരുന്നാന്ന് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇത് അടച്ചു മൂടിട്ട സംഭവമല്ലേ. എന്നിട്ടാണ് ഈ ഓടി വരുന്നത് അറിയില്ല. 3 എണ്ണം. ഇത് താറാവാ. താറാവല്ലേ? 3 താറാവുകൾ. താറാക്കൾ. ഉള്ളിൽ മൊത്തം മാവോ? മാവല്ല, ചെമ്പകം ഉണ്ട്, മാവും ഉണ്ട്. ഇനി അടുത്ത അത്ഭുതത്തിന്റെ അടുത്തേക്ക് പോവാനേ. മാന്റെ അടുത്ത് പോയി കളിച്ചോ. കുഞ്ഞാറ്റ മാനിനെയൊക്കെ പോയി തൊട്ട് നോക്കുന്നു. ജീവനുള്ളതാണെന്ന് അറിയണല്ലോ ഈ കുഞ്ഞുമാനൊക്കെ. ശരിക്കും ഉണ്ടല്ലോ, ഇപ്പുറത്ത് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും നമ്മുടെ ക്രൈസ്റ്റിന്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വെയിലിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. നമുക്കത് ലാസ്റ്റ് എടുക്കാം. അതെ. അപ്പൊ ഇപ്പൊ ഫ്രെയിം കറക്റ്റ് ഉള്ളത് നമുക്ക് നോക്കിയെടുക്കാം. ചൈന ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അങ്ങനെയാണ് പറയാ. അതെ, അവിടേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിനി ചൈന വൺമതിലേക്കാണ് പോകുന്നത്. അതായത് അങ്ങോട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇതൊക്കെ നിൽപ്പുണ്ടല്ലോ, സീബ്ര ഉണ്ട്, ദിനോസർ. റൈനോ അല്ലേ ഇത്? ദിനോസർ അല്ല, റൈനോ. അതാ ഒരു എന്താണ് സീബ്ര. സിറാജ് ജാഫർ. വാ, ചൈന ഗ്രേറ്റ് വാളിലേക്ക് നമുക്ക് കാലൊഴിച്ച് പ്രവേശിക്കാവുന്നതാണ്. അതായത് 21,196.18 കിലോമീറ്റർ നീട്ടമാണുള്ളത്. അതായത് ലോകത്തിലെ ഇതിനല്ല ഡ്യൂപ്ലിക്കേറ്റിനല്ല, ലോകത്തിലെ ഏക മനുഷ്യനിർമ്മിത മതിലാണിത്. ഇത്രയും ദൂരത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് ചൈനീസ് വൺമതിൽ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ ആൻസി? ഈ കാണുന്നതാണ് ഈഫൽ ഗോപുരം, അതായത് ഈഫിൽ ടവർ എന്നൊക്കെ പറയും. ഇത് സ്ഥലം പാരീസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ പാരീസിലെത്തിയില്ലേ? പാരീസിലൊക്കെ പോകാൻ പറ്റാന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഭാഗ്യല്ലേ. അതായത് പാരീസ്, അങ്ങനത്തെ കുറെ രാജ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. 1889 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100 വർഷാഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മനുഷ്യനിർമ്മിത വസ്തുവായിരുന്നു ഒരു കാലത്ത്. മനസ്സിലായില്ലേ? കൊള്ളാം. അങ്ങനെ നമ്മൾ പാരീസിലേക്ക് ഒരേ പരിപാടിയാണ് ഇവിടെ. തിന്നുന്നുണ്ടോ മാന്? തിന്നു നോക്കുക. അവിടുന്ന് ഉള്ള പുല്ലൊക്കെ പറിച്ചെടുക്കുന്ന നമ്മുടെ താജ്മഹലിന്റെ വേറൊരു സൈഡ് കണ്ടോ? ചുറ്റും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തതിലേക്ക് പോവാം. ഓക്കെ അൻസി, ഇവിടുന്ന് ഇപ്പൊ കാണുന്നുണ്ടോ നോക്കിയേ. ഇതെന്താന്നറിയോ? ക്രൈസ്റ്റ് ദി റെഡീമർ എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണിത്. രക്ഷകനായ ക്രിസ്തു, ക്രൈസ്റ്റ് ദി റെഡീമർ. അതാണ്. കാണുന്നില്ലല്ലോ, മനസ്സിലാവുന്നില്ലല്ലേ? ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. 2007 തിരഞ്ഞെടുക്കപ്പെട്ട 7 ലോകാത്ഭുതങ്ങളുണ്ടല്ലോ, അതിലൊന്നാണിത്. അതേപോലെ അപ്പുറത്ത് കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് വലിയൊരു ക്ലിയർ ഇല്ല, എന്നാലും കാണാം. അത് ന്യൂയോർക്കിലെ ഒരു ഹാർബർ ഉണ്ട്. ആ ഹാർബറിലേക്ക് ഫ്രാൻസ് ഗിഫ്റ്റ് നൽകിയൊരു സംഭവമാണ് ന്യൂയോർക്ക് ഹാർബറിലേക്ക്. അതായത് 1886 ശരിക്കുള്ള ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്നറിയോ? 93 മീറ്റർ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവം. അടുത്ത ഇതിലേക്ക് പോവാം. ശിവന്റെ ഫോട്ടോ അല്ലേ? അതായത് ഇതിനെന്താ പറയാന്നറിയോ? ഇത് നമ്മുടെ കോയമ്പത്തൂരാണ് ഇതുള്ളത്. കോയമ്പത്തൂരിന്റെ അടുത്ത് ആദിയോഗി ശിവ സ്റ്റാച്ചു എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സ്റ്റാച്ചു ആണിത്. അതായത് മറ്റേ 500 ടൺ ഭാരമുണ്ട്. ഉരുക്കുകൊണ്ട് നിർമ്മിച്ചതാ. കൊള്ളാല്ലേ ആൻസി? ഈ കാണുന്നതാണ് കൊളോസിയം. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് പോയാലോ? ഇത് സ്ഥിതി ചെയ്യുന്ന ശരിക്കും എവിടെയാണെന്നറിയോ? റോമില്. ഇതിന് ഫ്രണ്ടൊന്നുമില്ല, ഫ്രണ്ട് അപ്പുറത്താണ്. ഇത് ശരിക്കും ഉണ്ടല്ലോ പണ്ട് കാലത്തൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 50,000 പേർ ഇത് ഇരുന്ന് പരിപാടികൾ കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിന് ഫ്രണ്ട് ഒന്നും ഇല്ലേട്ടേ, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അപ്പുറത്തെ സൈഡാണ് ശരിക്കും എൻ്റെ ഫ്രണ്ട് വരിക. ആണോ? ഫ്രണ്ട് ഉണ്ടെന്നേ, ഫ്രണ്ട് ഇല്ലാണ്ട് ചെയ്യൂല. ഇതിങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഇരിക്കുന്ന 70-80 കാലഘട്ടങ്ങളിൽ പണി പൂർത്തിയാക്കി ഇത്. 70-80 കാലഘട്ടങ്ങളിൽ റോമ സാമ്രാജ്യത്തിൻ്റെ വലിയൊരു അത്ഭുതമായിരുന്നു, എൻജിനീയറിങ് അത്ഭുതം. അതായത് എന്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നറിയോ? ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ, മൃഗങ്ങളുടെ വേട്ട, വിനോദ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ഒപ്പേര ഹൗസ് എന്ന് പറയില്ലേ അല്ലേ? കണ്ട, ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരിക. അതല്ലേ പരിപാടി നടക്കുന്നതിന്റെ. കുഞ്ഞാറ്റെ, സിംഹത്തെ കാണണോ? ഉള്ളില് നമുക്ക് ഉള്ളിൽ പോയി കാണാം. ഉള്ളിലേക്ക് കയറാൻ പാടില്ല. മനസ്സിലേ, ഇതാണ് നമ്മുടെ ഈജിപ്ഷ്യൻ പിരമിഡ്. ഇതൊക്കെ ഒരു ലോകാത്ഭുതമാണ്. കാരണം ഇതൊക്കെ എന്തിനാ ഉപയോഗിച്ചോണ്ടിരുന്നതെന്ന് അറിയാലോ? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് മമ്മി, അത് തന്നെ മമ്മിമാരെ കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഏതാണ്ട് ഈജിപ്ത് ലോകത്ത് മൊത്തം, ലോകത്തെ 7 അത്ഭുതങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ആൻസി. അതോടെ അല്ലേ 7 അത്ഭുതം നമ്മൾ 7 രാജ്യത്ത് നമ്മൾ പോയി അല്ലേ? ഇന്ത്യ ഉണ്ടല്ലോ ഓൾറെഡി, ബാക്കി 6 രാജ്യത്ത് പോയി. ഇറ്റലി, ഫ്രാൻസ്, ചൈന, ഈജിപ്ത്. എന്താ അല്ലേ? 20 രൂപയ്ക്ക്, അതും ടിക്കറ്റ് 20 രൂപ കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഫ്രീ ആണ്. കളിപ്പിക്കാം. അതെ ആൻസി, ഇതിന്റെ ഉള്ളിൽ മമ്മി ഉറങ്ങി കിടപ്പുണ്ട്. ആ, ഇതേ മമ്മി കിടക്കുന്നു, കണ്ടാ? നീ ഇതൊന്നും കണ്ടില്ലല്ലോ. കുറച്ച് സൂം ചെയ്ത് നോക്ക്, ക്ലിയർ ആവുന്നുണ്ടോ? കിട്ടുമോ? കുറച്ചും കൂടി സൂം ചെയ്യും. കിടക്കുന്നതാണ് നമ്മുടെ മമ്മി. മമ്മി ഇതല്ല, മമ്മിയുടെ പുറം കവറാണത്. അതൊരു പെട്ടിയാണ്, അത് തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിലാണ് മമ്മി വരിക. കുഞ്ഞാറ്റ കളിക്കട്ടെ, എന്നിട്ട് പോവാം നമുക്ക് അല്ലേ? ആയിക്കൂടി വാ, ആയിക്കൂടി വന്ന് അപ്പുറത്തേക്ക് ഇറങ്ങി. കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ ഇപ്പം വരും. അല്ല, ഇത് ശരിക്കും ഒരു ഫാമിലി പിക്നിക് സ്പോട്ടാണിത്. വൈകുന്നേരം 4:30 തുറക്കുള്ളൂ എന്നുള്ളൂ. ആ സമയത്ത് വന്ന രാത്രി 8 മണി 9 മണി വരെയാണ് ഇതിന്റെ ടൈം വരുന്നത്. 8 മണിയാണ് വാ കൊടുത്തേക്കുന്നത്, പക്ഷെ 9 മണി വരെ ഉണ്ടാവും. ഹായ്, ആ മുഖത്തെ ചിരി കണ്ടോ? സന്തോഷം കണ്ടോ? അതെ. ഇനി ഇതിൽ കയറി. ഇതെല്ലാം സെറ്റപ്പ് ആട്ടോ. അതൊക്കെ ചെടികളും സംഭവങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് സംഭവം. 20 രൂപ കൊടുക്കുന്നുള്ളെങ്കിൽ അതിനുള്ള മുതലുണ്ട്. ബാ, അടുത്ത് വാ. കറങ്ങി വരട്ടെ. ഐ കൊച്ചിനെ വെയിറ്റ് കൂടുതലായോണ്ടേ ഉരസി വരുന്നില്ല. കുഞ്ഞായി കുതിരയിലിരിക്കേ. ഈ കുതിരയിലിരിക്കും. ഒരു വിധത്തിന് ഒരു സൈഡിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോ അടുത്ത സൈഡിൽ കൂടി ചുമ്മാ കിടന്ന് ഓടുവാണ്. വന്നേങ്ങോട്ട് കുഞ്ഞാ, വാ. ഇതിൽ കൂടിയാ വഴിയില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പില് സൈഡാക്കിട്ടോ. എന്താ പറയാ അല്ലേ, ഇന്ന് ഒരുപാട് ഓടിയില്ല, ഒട്ടും ഓടിയിട്ടില്ല ഇന്ന്. കുറഞ്ഞ ദൂരം ഓടിയുള്ളൂ. അപ്പോൾ മൈക്കിൻ്റെ കാര്യം ഒരുപാട് പേര് പറഞ്ഞിരുന്നു. നമ്മൾ മൈക്ക് അവിടെ വെച്ചു, കാരണം കിടന്നു കഴിഞ്ഞാൽ പിന്നെ മൈക്ക് ഊരി വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇത്ര ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.